ക്ലാസ്സിലാണ് പഠിച്ചോണ്ടിരിക്കുകയാണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? പ്ലസ് വൺ കഴിഞ്ഞുള്ളൂ. ഞാനിപ്പം 10th കഴിഞ്ഞിട്ട് IT കഴിഞ്ഞിട്ട് IT പാസ്സായിട്ട് ഞാനാണെങ്കിൽ ഒരു 8 month ട്രെയിനിങ് ആയിട്ട് നിന്നായിരുന്നു. ലുക്കിലല്ലല്ലോ കാര്യം എന്ന് മനസ്സിലായി. പ്രേമം സ്നേഹം അതിലാണ് കേട്ടോ, നിങ്ങൾ വേറൊന്നും പറയല്ലേ. ഓക്കെ, അപ്പോൾ അയ്യോ സോറി, ഒരു കാര്യം പറയാൻ മറന്നു, ഒന്ന് കേൾക്കണം. എള്ളോളം തരി പൊന്നന്തീന തനി തഞ്ചാവൂര് പട്ടന്തീന ഒളിച്ചോട്ടക്കാരുടെ ദേശീയ ഗാനം. അത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നേ ഉള്ളൂ, ഒളിച്ചോട്ടം. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒളിച്ചോടി. ഇവരുടെ വിവാഹ വീഡിയോ ഭയങ്കര രീതിയിൽ വൈറലായിരുന്നു. ഇത്രയും ചെറിയ പെൺകുട്ടിയെ ഇവൻ എങ്ങനെ അടിച്ചെടുത്തു, അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെ ഇപ്പൊ അംഗനവാടിയിൽ നിന്ന് കൊടുത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ കിടക്കുക. ഈ വീഡിയോ വൈറലായി 3 മില്യൺ 4 മില്യൺ കടന്നു. ഞാനിത് സജഷനിൽ വന്നപ്പോൾ കണ്ടതാ. ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ നല്ല രസമുണ്ടല്ലേ, ഇതിപ്പോ ഒരു നാട്ടു നടപ്പായ കാര്യമാണല്ലോ, വീട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ എന്നുള്ളതാണ്. ഈ വീഡിയോ കാണുന്ന കുട്ടികളോട് എനിക്ക് ആദ്യം ഒന്ന് പറയാനുള്ളൂ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ഇങ്ങനെ കിടന്ന് കറങ്ങി നോക്കുന്ന സമയത്ത് ഇടയ്ക്കെങ്കിലും ആ ന്യൂസ് ചാനലൊക്കെ ഒന്ന് കാണണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി കേൾക്കാതിരിക്കാനാണ്. ഓക്കെ, ഇപ്പൊ എൻ്റെ ചാനൽ കാണുന്ന ഒരുപാട് അമ്മമാരുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് അച്ഛന്മാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ട്. അവർക്ക് വിഷമാവും ഈ വിഷയം. പക്ഷേ 2K കിഡ്സ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ആവും ഇത്. നോക്കാം. എങ്ങനെയായിരുന്നു പ്രണയം സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ സ്റ്റോറി ആയിട്ട് പറയാനാണെങ്കിൽ കുറച്ച് പറയാം, ഫുൾ പറയാനുള്ള ഒരു ഇതില്ല. ഞങ്ങൾ കണ്ടുപിട്ടിയ കാര്യങ്ങളൊക്കെ പറയാം, കാരണം വീട്ടുകാർക്ക് അത് ഒരു പ്രശ്നമായിട്ട് വരും. 2 വീട്ടുകാർക്ക്. അപ്പം ഏത് വീട്ടുകാർക്ക്? 2 വീട്ടുകാർക്കോ? അല്ല, അപ്പൊ നിങ്ങൾ ഒളിച്ചോടി പോയത് ഒരു വിഷയമല്ലേ? പ്രേമിച്ചത് കണ്ടുമുട്ടിയത് പറഞ്ഞാൽ അത്ര വിഷയം. ആ പെൺകുട്ടിയെ 18 വയസ്സ് പറയാൻ മറന്നു പോയിട്ടോ. ആ പെൺകുട്ടിക്ക് 18 വയസ്സാ, കണ്ടാലും ഒരു 15 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ. +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒളിച്ചോടി പോണതേ. പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല, അത് തന്നെയാണ്. അപ്പൊ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാവൂലല്ലേ ഒളിച്ചോടി പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? എന്തായാലും ആൺകുട്ടിയുടെ വീട്ടിൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആൺകുട്ടികളുടെ വീട്ടിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാറില്ല. അതൊന്നും കൂടാതെ ഇവന്റെ വീട്ടിൽ ഉള്ളത് ഒരു ചേട്ടനാ, അതുകൊണ്ട് പിന്നെ തീരം പറയാനില്ലല്ലോ. ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ വേറെ രീതിയിൽ നോക്കിയേനെ എന്നുള്ളതാ. എന്തായാലും നമുക്ക് വീഡിയോ കാണാം. ഇഷ്ടമല്ലാത്ത മുഖം ഇഷ്ടപ്പെട്ടെടുക്കാനായിട്ട് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ ചെയ്തത്? ഇഷ്ടപ്പെട്ടെടുക്കാൻ എന്തുവാ പറ്റി അന്വേഷിച്ചു. എനിക്ക് കിട്ടിയതൊക്കെ പോസിറ്റീവ് റിപ്ലൈ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ പിന്നെ സംസാരിച്ചു. അപ്പോഴൊക്കെ എനിക്ക് ഓക്കെ ആയി. പിന്നെ ഞാൻ വിചാരിച്ച ഒരാളെ തന്നെ കിട്ടി എനിക്ക്. വെരി ഗുഡ്. നമ്മൾ വിചാരിച്ച ആളുകളെ നമ്മൾ ലൈഫ് പാർട്ണറായി കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണെന്നുള്ളതാണ്. ഓക്കെ, +1 പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ലൈഫ് പാർട്ണറെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മളൊക്കെ +1 പരീക്ഷ കഴിഞ്ഞപ്പോൾ പണ്ടാറടങ്ങിയിട്ട് +2 എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് പണ്ടാറ ഉണ്ടാവുക എന്നുള്ള പേടിച്ചിരിക്കുകയായിരുന്നു. അത് നമ്മളൊരു ആവറേജ് സ്റ്റുഡന്റ് ആയതുകൊണ്ടോ അത്ര വലിയ പഠിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം. എന്നിരുന്നാൽ പോലും നമ്മളൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാ. വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫുട്ബോൾ കളിക്കണം, അതില്ലെങ്കിൽ ഒന്ന് കബഡി അത് കളിക്കണം. അങ്ങനെയൊക്കെ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുന്ന ആളുകളാണ്. പെൺകുട്ടികളെ കാണുമ്പോൾ ഒന്ന് ഹൈ ബൈ ചിരിക്കും, അത്രയൊക്കെ തന്നെ. പ്രേമൊക്കെ ഉണ്ടായിരുന്നു, ലൈനടി. അതിന്റെ അപ്പുറത്തേക്ക് അടുത്തത് കല്യാണമാണ് എന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ല. അതെന്താണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടിയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാറ്റം തുടങ്ങിയ പ്രേമമാണ്. അതിനൊക്കെ പ്രേമമാണെന്ന് അത്ര പറയാം. കൊള്ളാം, എന്തായാലും വിചാരിച്ച ആളെ കിട്ടിയിട്ടുണ്ട്. ആളുടെ സവിശേഷതകളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായിരുന്നു പൂജയുടെ ഒരു സ്വപ്നത്തിലെ ഭർത്താവ് എന്ന് പറഞ്ഞ? ആദ്യം എനിക്ക് ഹൈറ്റ് വേണമെന്നുണ്ടായിരുന്നു. അതിവിടെ ഉണ്ട്. അതെന്താ വല്ല മാങ്ങ ചക്ക എന്തെങ്കിലും പൊട്ടിക്കാനാണ് ഹൈറ്റ് ഉള്ള ഒരാള്? തോട്ടിക്ക് പകരം നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ കേട്ടോ. ഓക്കെ, ഒരു സങ്കല്പത്തിലെ ഭർത്താവ് എങ്ങനെ വേണമെന്ന് ചോദിക്കുന്ന ഓള ആങ്കറോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, എന്റെ പൊന്നു ചേട്ടായി, +1 പഠിക്കുന്ന പെൺകുട്ടിക്ക് എന്ത് ഭർത്താവടേ? അവര് നാളെ അടുത്തത് എന്ത് പഠിക്കണം? ഇപ്പൊ സയൻസാ പഠിക്കുന്നത്. ഈശ്വര, ഇനി എന്ത് ടഫുള്ള സാധനമാണ് വരാൻ പോകുന്നതൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് ആ കുട്ടി ആലോചിക്കുന്നത് അത്ര ഭർത്താവ് എങ്ങനെയുള്ള ആളായിരിക്കണം എന്നുള്ളത്. കൊള്ളാം. എന്റെ പൊന്നെ ആങ്കർ ചേട്ടായി, ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ വീണ്ടും ഒന്ന് പോയി എടുക്കണേ ഇതേപോലെ. എന്താ അവസ്ഥ അറിയാനാ, വേറെ ഒന്നിനല്ല. കളറ് പ്രശ്നമല്ലായിരുന്നു, പിന്നെ സ്നേഹിക്കാൻ നല്ലൊരു മനസ്സ് വേണമായിരുന്നു. അത് ഫസ്റ്റിലെ എന്നോട് സംസാരിച്ച് ഇടപഴകിയപ്പോഴേ എനിക്ക് തോന്നി. വൗ, ബ്യൂട്ടിഫുൾ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. സ്നേഹിക്കാൻ നല്ലൊരു മനസ്സ് വേണമായിരുന്നു. ആദ്യ ചോദ്യങ്ങളിൽ തന്നെ അതെനിക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പോൾ 18 വയസ്സ് വരെ കുട്ടിയെ വീട്ടുകാർ നോക്കിയത് സ്നേഹത്തോടെയല്ലേ? ചോദിക്കുകയാണ്.
ഏതൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും തൻ്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊണ്ട് നല്ല സ്നേഹത്തോടു കൂടി തന്നെയാണ് കൊണ്ടുപോവുക. കുട്ടിക്ക് സ്നേഹം കിട്ടിയില്ല എന്നാണ് പറയുന്നത്. നല്ല സ്നേഹമുള്ള ഒരാളെ കണ്ടെത്തി. വെൽ ഡൺ, കീപ് ഗോയിങ്. എന്നോട് എനിക്കൊരു സേഫ് സോൺ ആയിരുന്നു ആള്. എന്തും തുറന്ന് പറയാം, എന്നെ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും, എല്ലാം ചെയ്യുമായിരുന്നു. നിങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടുണ്ടോ? ഈ കോഴിക്കുഞ്ഞുങ്ങളുമായി ഇങ്ങനെ പോണ സമയത്ത് എന്തെങ്കിലും ഒരു ശബ്ദത്തിൽ കേട്ട് കഴിഞ്ഞാൽ ആ കോഴി ആ ചിറക് വീഴിച്ച് ആ കുഞ്ഞുങ്ങളൊക്കെ ആ ചിറകിനുള്ളിലോട്ട് വെക്കും, എന്നിട്ട് അതിനെ സംരക്ഷിക്കും. ഏതൊരു അമ്മയും ഏതൊരു രക്ഷിതാവും സ്വന്തം മക്കളെ അങ്ങനെയാണ് ചേർത്ത് പിടിക്കുക. ഒരു തർക്കമോ കാര്യത്തിൽ വേണ്ട. ഇവിടെയും ആ ഒരു പെൺകുട്ടിയെ അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ആ കുട്ടി ആ ചിറകുകൾ പൊളിച്ച് പുറത്തേക്ക് ഓടിപ്പോയതാ. ആ വിഷമം ആ കുട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ ആ കുട്ടി ഇനിയും ഒരുപാട് കാലം സഞ്ചരിക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുത്ത് മനസ്സിലാക്കി എടുക്കേണ്ടി വരും. അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടോ. സ്നേഹം കൂടുതൽ കിട്ടി, കെയറിങ് കിട്ടി, അപ്പം ഞാൻ അവൻ്റെ കൂടെ പോയി. സ്വന്തം അമ്മയെയും അച്ഛനെയുമാണ് നിങ്ങൾ ഈ ഒരൊറ്റ വാക്കുകൊണ്ട് കൂടുതൽ വിഷമിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അച്ഛൻ അറിഞ്ഞപ്പോ തന്നെ ഒരു അടിയൊക്കെ തന്നോ? അന്നപ്പം അടിച്ചൊന്നും ഇല്ല. എന്നോട് ചോദിച്ചു, ഞാൻ ഓരോ കള്ളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ അവർക്ക് മനസ്സിലായി. പിന്നെന്തോ ചെയ്യാനാ, അമ്മ വന്ന് സംസാരിച്ച്. അമ്മ തല്ലിയായിരുന്നു ആദ്യം. ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്കുകൾ ആ അമ്മ തല്ലി. ആ കുട്ടിയെ അത്ര അധികം സ്നേഹിച്ച് വളർത്തിയ ആ അച്ഛൻ ആ കുട്ടിയെ തല്ലുക പോലും ചെയ്തില്ല. ആ അച്ഛന്റെ വിഷമം പോലും ആ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു വ്യക്തിയെ പോലും വിഷമിപ്പിച്ചത് ആ അമ്മയ്ക്ക് ഭയങ്കര വിഷമായിട്ടുണ്ട്. ആ ഒരു വിഷമം കൂടി അമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ കുട്ടിയെ മർദ്ദിച്ചിട്ടെങ്കിലും തല്ലിയിട്ടെങ്കിലും ശാസിച്ചിട്ടെങ്കിലും ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. അവർക്കുണ്ടായ വിഷമം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു പെങ്ങൾ വേണം. ആ പെങ്ങള് ഇങ്ങനെ ഒളിച്ചോടി പോകണം. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവണം, ആ കുഞ്ഞ് ഒളിച്ചോടി പോകണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതലായിട്ട് ഇങ്ങനെ വാചാലനാവേണ്ട ഒരു കാര്യമില്ല ഇതിൽ. കമന്റ് ബോക്സ് നിറയെ കിടക്കുന്നത് നിങ്ങൾക്ക് എതിരായിട്ടുള്ള കമന്റുകളാണ്. പിന്നെ 2K കുട്ടികൾസ് അവർ വന്നിട്ട് നിങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങളുടെ ഒരേ ഏജിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പൊ ഞാനൊരു ചെറിയ പ്രായത്തിലൊക്കെ ഏകദേശം നമ്മളും ഇതേ രീതിയിലൊക്കെ പ്രേമവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നതാണ്, ലൈൻ അടിച്ചിട്ടൊക്കെ നടന്നിരുന്നതാണ്. അപ്പോൾ നമ്മളെ വീട്ടുകാർ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് നിന്റെ ജോലി, എന്തിലെ പണിക്കും പോയി കുടുംബം നോക്കടേ എന്ന് ചോദിക്കില്ലേ? അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ നമ്മളൊക്കെ അതൊക്കെ പതുക്കെ മാറി ഗൾഫിലൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്, നാട്ടിൽ കൂലിപ്പണി എടുത്തിട്ടുണ്ട്, എല്ലാ പണിയും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പൊ സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നമില്ല, നല്ല കിടലിനായിട്ട് പ്രേമിച്ച് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുമില്ല. അതെന്തുകൊണ്ടാ? ഇപ്പോഴും ഞാൻ ഈ 55 വയസ്സായിട്ടും വിവാഹം കഴിക്കാത്തത് എന്തുകൊണ്ടാ? എന്റെ ഏജ് എന്താ മനസ്സിലായില്ല. അപ്പൊ സോറി. ഓക്കെ, എന്തായാലും നമുക്ക് വീണ്ടും വീട്ടിലോട്ട് കിടക്കാം. പിന്നെ ആരാ ഉള്ളത്? വീട്ടിലാരുള്ളത്? ചേട്ടനുണ്ട്. ചേട്ടൻ എങ്ങനെയായിരുന്നു? ചേട്ടൻ എന്തുവാ, അവൻ കുഴപ്പമില്ലായിരുന്നു. അവന് ഓക്കെ ആണ്. പക്ഷെ പേരൻസിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവനവന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പേരൻസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അപ്പൊ കുട്ടിക്ക് അറിയാം, കുട്ടിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം. പേരൻസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഇത് തെറ്റാണ് എന്നുള്ളത്. ഇവിടെ ആ വീട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കി ഒരു ജോലിയൊക്കെ കിട്ടുന്നത് വരെ, പഠിപ്പൊക്കെ കഴിയുന്നത് വരെ ഇങ്ങനെ പ്രേമിച്ചിട്ട് പൊക്കൂടെ? അത് കഴിഞ്ഞ് വീട്ടുകാരെ വീണ്ടും കൺവിൻസ് ചെയ്യിച്ചിട്ട് എങ്ങനെയെങ്കിലും അത് മാറ്റിയെടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 9ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയ പ്രേമൊക്കെ എത്ര കാലം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സ് മാറുന്ന ഒരു സമയം, ഒരു പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ 25 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ചേഞ്ച് ആവും. അതിന് മുന്നേ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും നന്നാവാറുണ്ട്, പലപ്പോഴും അബദ്ധത്തിൽ പെടാറുണ്ട്. ഈ ഒരു ചിന്താഗതി, അതായത് ഈ ഒരു സ്നേഹവും ഈ ഒരു ഇഷ്ടം, ഈ ഒരു താല്പര്യം അത് എന്നും ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റൂല. അപ്പോ ചേട്ടൻ വീട്ടുകാരെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു. ആ ഒരു കാര്യം കുട്ടിക്ക് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടാവുമെന്നറിയോ? ഈ പറയുന്ന പയ്യൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ITI കഴിഞ്ഞിട്ട് 6 മാസം കോഴ്സിന് പോയിട്ട് അങ്ങനെ എന്തോ കൂലിപ്പണിക്ക് പോയി അവസാനം എന്തോ ചെയ്തു എന്നൊക്കെ പറയുന്നത്. നമുക്കതിലേക്ക് എത്താം. ഓക്കെ, അമൽ ശരിക്കും എന്താ ചെയ്യുന്നേ? ഞാനിപ്പം 10th കഴിഞ്ഞിട്ട് ITI കഴിഞ്ഞിട്ട് ITI പാസ്സായിട്ട് ഞാനാണെങ്കിൽ ഒരു 8 മന്ത് ട്രെയിനിങ് ആയിട്ട് നിന്നായിരുന്നു. അപ്പം കോളേജിന്റെ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല. ട്രെയിൻ ആയിട്ട് നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നെ ഇപ്പം ഞാൻ നോർമലായിട്ട് സാധാ ജോലിക്കൊക്കെ പോയി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ഞാനാണെങ്കിൽ ഇനി സ്വന്തം അച്ഛന് വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിന് നോക്കി നടത്താനുള്ള ഒരു ഇതിലോട്ടാണ് ഇനിയിപ്പം കെട്ടി കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ സ്ഥിതി അങ്ങനെ മുന്നോട്ട് പോകാനാ തീരുമാനിച്ചിരിക്കുന്നത്. ആ കുട്ടി അപ്പോ ചിന്തിക്കുന്നത്, ആള് സംസാരിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. കണ്ണൊക്കെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. എന്താവും ഭാവി ജീവിതം എന്ന് അറിയില്ല.
കാരണം ആള് കൂലിപ്പണിക്ക് ഇനിയിപ്പോ പോക്ക് തുടങ്ങിയിട്ടുള്ളൂ. അച്ഛനൊരു വർക്ക്ഷോപ്പ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇനി അവിടെ പോയിട്ട് ആ പണി പഠിച്ചിട്ട് അവിടെ കൂടണം എന്നാ പറയുന്നത്. അതായത് സ്വന്തമായിട്ട് തൊഴിലില്ല എന്ന് തന്നെയാണ് ആ പയ്യൻ പറയുന്നതും ആ കുട്ടി ഇപ്പോഴാണ് അത് ചിന്തിക്കുന്നതും. എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, അത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരാളുടെയും ജീവിതം നശിച്ചു പോകണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു വിഷമം അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം നമ്മളും അമ്മയും പെങ്ങന്മാരൊക്കെ ഉള്ള ആളുകളല്ലേ. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന വിഷമം നമുക്കറിയില്ല. നമ്മുടെ വീട്ടിൽ ഇതുവരെ ഭാഗ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല. എന്നാൽ പോലും ഇത് കാണുമ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളുടെ ആ ഒരു സങ്കടം കൂടി മനസ്സിലാക്കാനും കൂടി ബാധ്യസ്ഥനാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ട് ജീവിക്കുന്ന ആളാണെന്നാണ് ഒരു എന്താണ് ആ ചങ്ങയുടെ ഒരു സൈക്കോ കള്ളൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത്. അതായത് സമൂഹത്തിന് ഒരു ഗുണവും ഇല്ലാതെ വൃത്തികേടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 18+ വീഡിയോ ഞാൻ ചെയ്യൂ എന്ന് പറയുന്ന അവന്റെ ചാനൽ വഴി അല്ലെങ്കിൽ അവന്റെ ഇൻസ്റ്റഗ്രാം വഴി ആളുകളെ കുഴിയിൽ ചാടിക്കുന്ന ഓരോ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന എന്റെ 18 വയസ്സ് കഴിഞ്ഞ ഭാര്യ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് ഭയങ്കര വൃത്തികേടുകളൊക്കെ എൻ്റെ അച്ഛനൊക്കെ വിളിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അയാൾക്ക് അതിന് മറുപടി കൊടുക്കാനൊന്നും തയ്യാറായിട്ടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവൻ പറയുന്ന അതേ രീതിയിൽ സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്. പക്ഷേ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്നൊരു സാധനമുണ്ട്. അത് നമ്മൾ ഒരിക്കലും നമ്മളത് മറികടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് മറികടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എത്ര എക്സ്ട്രീം ലെവലിലേക്ക് എത്തുമ്പോഴാണ് സൈക്കോ കള്ളൻ. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 18 കഴിഞ്ഞ പെൺകുട്ടിയെ വിളിച്ചുകൂടിയ കഥ. അവനെ സപ്പോർട്ട് കാണണം. 2K ഗൈഡ്സ് കൊള്ളടാ. ഞങ്ങൾ എന്നെയൊക്കെ അമ്മാവനൊക്കെ ആക്കിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്. ഞാൻ അമ്മാവൻ തന്നെയാടാ, ഞാൻ അമ്മാവൻ തന്നെയാണ്. നിനക്കും ഭാവിയിൽ അമ്മാവും പദവിയൊക്കെ കുറച്ചും കൂടി കഴിഞ്ഞ് കിട്ടും. പക്വത എന്നൊരു സാധനം, മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനം നിന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഇടം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നും ജനങ്ങളെ പറ്റിക്കുന്ന ഇത്ര ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടും വൃത്തികേടുകൾ ഇങ്ങനെ പ്രൊമോഷൻ ആയിട്ട് പറഞ്ഞുകൊണ്ട് നീ മുന്നോട്ട് പോകും. അത്ര തന്നെ. അയ്യോ, നമ്മൾ വിഷയത്തിന് എഴുതി മാറി. നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരണ്ടേ? പോവാം. പൂജ ഏത് ക്ലാസ്സിലാണ്? പഠിച്ചോണ്ടിരിക്കുകയാണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? +1 കഴിഞ്ഞതേ ഉള്ളൂ. +1 കഴിഞ്ഞുള്ളൂ. ഓക്കെ. ഞാൻ ലേറ്റ് ആയിട്ടാ സ്കൂളിൽ ചേർന്നത്. അതുകൊണ്ട് ഇപ്പം 18 വയസ്സായത്. ഇനിയിപ്പോ +2 കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങേണ്ട ടൈമായി. ഡിഗ്രി കഴിയേണ്ട സമയമായി. അല്ല, +2 കഴിഞ്ഞ ടൈമായി. ഓക്കെ. അതെന്തായാലും മുൻകൂട്ടി പറഞ്ഞു നന്നായി. 18 വയസ്സ് കഴിഞ്ഞില്ല എന്നുള്ള സാധനമാണ് കമന്റ് ബോക്സിൽ കിടക്കുന്നത്. പിന്നെന്താണ്, ഇവള് സ്കൂളിൽ പോകുന്ന കാരണം അവിടുന്ന് ഉപ്പുമാവ് കിട്ടും, അത് കിട്ടി, നീ തിന്നുന്ന കറക്റ്റ് കമന്റ് ഒക്കെ നല്ല രസമാണ്. ചിരിച്ചിരി വിധായിക്കണം. ആ വീഡിയോ 3 മില്യൺ അടിച്ചിരിക്കണം കേട്ടോ അവരൊരു റീല്. ആ റീല് കണ്ടപ്പോ തന്നെ ഞാൻ അങ്ങനെ ജസ്റ്റ് നോക്കിയ എന്തല്ലേ കാലം പോയൊരു പോക്ക്. പിന്നെ ഒരു ഇന്റർവ്യൂ വന്നപ്പോഴല്ലേ കാര്യം മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. വീട്ടുകാർ സമ്മതിച്ചില്ലടോ. വീട്ടുകാർ സമ്മതിക്കാത്തോണ്ടാണ് അത്രേ അങ്ങനെ ഓടിച്ചോടി പോയത്. കൊള്ളാം. ഈ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം? എന്റെ വീട്ടില് നല്ല സീനായിരുന്നു. ഈ റിലേഷന്റെ പേര് പ്രശ്നമായിരുന്നു. അപ്പം നല്ല പ്രശ്നമായിരുന്നു. ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കുറച്ച് നല്ല ഡാർക്ക് ആയിട്ട് സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. പിന്നെ ഇപ്പം 3 വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ പ്രഷറും കാര്യങ്ങളും അങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അപ്പം അതും കൂടെ ആയപ്പോ എനിക്ക് ഇനി ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാതായപ്പോ ഞാൻ ഇങ്ങനെ ഡിസിഷൻ എടുത്തു. എന്തവസ്ഥയാണ് എന്റെ പൊന്നു മോളെ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രേമം പിടിച്ചപ്പോ വീട്ടിലാകെ പ്രശ്നമായി. വീട്ടിൽ പ്രശ്നമായപ്പോ എങ്ങനെയെങ്കിലും കൂടെ വന്ന് ജീവിച്ചാൽ മതി എന്ന് ചിന്തിച്ചു എന്നുള്ളതാ. 18 വയസ്സായിട്ടില്ലല്ലോ എന്റെ പൊന്നു മോളെ, ആയിട്ടില്ലല്ലോ. അപ്പോഴത്തിനും അത്രയും കാലം നിന്നെ വളർത്തിയെടുത്ത രക്ഷിതാക്കൾ പറയുന്ന വാക്കൊന്ന് കേൾക്കാനെങ്കിലും കേൾക്കണ്ട, നിങ്ങളത് കേട്ടുന്ന ഒരു മിമിക്കെങ്കിലും ചെയ്തുകൂടെ? ആ വീട്ടുകാരൊന്നും സങ്കടപ്പെടുത്താതെ കുറച്ചു കാലം അവർ പറയുന്ന പോലെ ജീവിച്ച് അവരെ പരമാവധി പതുക്കെ നിങ്ങളുടെ പ്രേമം എത്രത്തോളം കാലം നിലനിൽക്കുമെന്ന് നിങ്ങളൊന്ന് നോക്കേണ്ടതായിരുന്നില്ലേ? എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമ കണ്ട് നമ്മളെല്ലാവരും പ്രണയത്തിനെ കുറിച്ചിട്ട് വ്യാഖ്യാനിച്ച രീതികളൊക്കെ കേട്ടില്ലേ? വാചാലനാവുന്ന ആൾക്കാർ പ്രേമം എന്നാൽ ഇതാണ്, കാലങ്ങളോളം കാത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാ, കാലങ്ങളോളം കാത്തിരിക്കുന്ന വ്യക്തിയാ. അതിനി എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കാനും തയ്യാറാ. അതൊക്കെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പ്രേമിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കും അവരുടെ വീട്ടുകാർക്കും ഈ ഒരു കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല. അങ്ങനെ തന്നെ കൂട്ടുക. എന്റെ വിഷയത്തിൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ കൂട്ടുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വീട്ടുകാരെ പരമാവധി കൺവിൻസ് ചെയ്യിക്കുക. നമ്മളെ പ്രണയം കൊണ്ട് തന്നെ അതിനൊരു ഇത് കാണിച്ചു കൊടുക്കുക. ഇത്രയും നാളും കാത്തിരുന്നു അവര്, അതൊരു ആത്മാർത്ഥതയുള്ള പ്രണയം തന്നെയാണ്. അല്ലെങ്കിൽ അവനിതാ ഇന്ന ജോലിയുണ്ട്, അത്യാവശ്യം സമ്പാദിക്കുന്നുണ്ട്, നമ്മളെ മകൾ അവൻ നോക്കാനും പ്രാപ്തനാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമയം നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. ഇപ്പൊ പയ്യൻ പറയുന്നു എനിക്ക് ജോലിയില്ല, അച്ഛന്റെ വർഷാപ്പ് ഇനി നോക്കി നടത്തണം എന്നുള്ളത്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ എങ്ങനെയാണ് ചിന്തിക്കുക? അവന് വേലയും കൂലിയൊന്നും ഇല്ലട്ടാ എന്നല്ലേ? അത് ഉണ്ടാക്കിയെടുക്കുന്ന വരെ നിങ്ങൾ പ്രേമിച്ച് പഠിച്ച് അത് കാത്തിരുന്ന് കാണിച്ചു കൊടുക്കുക വേണ്ടത്. പക്ഷെ അവസ്ഥ അതായി പോയി. കൊള്ളാം. ഇപ്പൊ അമലിനെ എന്തോ പോലീസ് കേസിലൊക്കെ പെടുത്തിയിരുന്നു. ഇല്ല, അങ്ങനൊന്നും ഇല്ല. അങ്ങനെ വേറെ ഇതായിട്ട് വെളിപ്പെടുത്താനൊന്നും ഇല്ല.
അത് രണ്ട് വീട്ടുകാർക്ക് ഒരു പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ കുറച്ച് ഞങ്ങൾ കണ്ടുകൂട്ടിയ കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പൊ രണ്ട് വീട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതി. ഞങ്ങളുടെ റിലേഷന്റെ പേര് അങ്ങനെ സ്റ്റേഷനിൽ കയറേണ്ട വന്നിട്ടുണ്ട്. സ്റ്റേഷനിൽ കേരളം വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അതെങ്ങനെയായിരുന്നു സാഹചര്യം? സാഹചര്യം ഇപ്പൊ പറയാൻ അത് പറഞ്ഞ ഇപ്പൊ രണ്ട് വീട്ടുകാർക്കും ശരിയാവത്തില്ല. ശരി, ഇപ്പൊ നിങ്ങളെ വീഡിയോ കാണുമ്പോ രണ്ട് വീട്ടുകാരും പോട്ടെ, നിന്റെ വീട്ടുകാരും ഒക്കെയാണ്, നിന്റെ വീട്ടുകാർക്ക് ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങളെ വീട്ടിൽ പെൺകുട്ടികളൊന്നുമില്ല, ആൺകുട്ടികളാണ്. അപ്പൊ അങ്ങനെ ഒരു കല്യാണം കഴിച്ചു കൊണ്ടിരുമ്പോ അവർക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ലടോ, അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? പെൺകുട്ടി ഒളിച്ചോടി എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാവില്ല. എനിക്ക് അവരെ ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്യാൻ തോന്നുന്നു എന്നാ പറയുന്നത്. അതെ, അവർക്ക് ഇനി വിഷമാവൂലേ എന്നുള്ളത്. നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് തന്നെ ഓൾറെഡി അവർ വിഷമിച്ചിരിക്കുക. ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവര് ടോം ആൻഡ് ജെറി ഇരുന്ന് കണ്ട് ചിരിക്കുമെന്നാ പറയുന്നത്. വിഷമം തന്നെയാവും ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ചെയ്യും. ഒരു തർക്കം വേണ്ട കാര്യത്തിന്. പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോ എങ്ങനെ സീമെല്ലാം ഉണ്ടായോ വീട്ടിൽ നിന്ന്? വീട്ടിൽ നിന്ന് സീനൊന്നും ഇല്ലായിരുന്നു. അവർക്കറിയാലോ ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഇനി കേൾക്കത്തില്ലെന്നും അറിയാം. പിന്നെ അവരെന്താ പറഞ്ഞ, പിന്നെ ഏജുമായി, പിന്നെ ഇനി എന്നെ വിളിച്ചാലും ഞാൻ വരത്തില്ലെന്ന് അവർക്ക് 100% ഉറപ്പായിരുന്നു. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. അമ്മ പറഞ്ഞു അവളുടെ ഇഷ്ടം എന്താണോ അവൾ പോയിക്കോട്ടെ. ഈ ഏജ് ആണ് പ്രശ്നം. 18 വയസ്സ് എത്രയും പെട്ടെന്ന് അത് 20 വയസ്സാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്റെ പൊന്ന് ഗവൺമെന്റ്. ഒരിക്കലും ഒരു കാര്യങ്ങൾ നടന്നിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷെ അതൊക്കെ ആരൊക്കെ ഇടപെട്ട് അത് കൊളാക്കിയതുള്ള, വീണ്ടും പ്രായം കുറയ്ക്കണം എന്ന രീതിയിലേക്ക് മാറ്റുന്നുള്ള. ആൺകുട്ടിക്ക് ഒരു 22, പെൺകുട്ടിക്ക് ഒരു 20 വയസ്സെങ്കിലും ആക്കണം. കാരണം മെച്യൂരിറ്റി എന്നൊരു സാധനവും അല്ലെങ്കിൽ ബോധം എന്നൊരു സാധനമൊക്കെ ഉണ്ടാവേണ്ട ഒരു പ്രായം 20-ന് ശേഷമൊക്കെയാണ്. അതിന് മുന്നേ തന്നെ കല്യാണം കഴിച്ച് പോകുന്ന ഒരവസ്ഥ, ഒളിച്ചോടി പോകാൻ ഇതൊരു ലൈസൻസ് ആയിട്ട് എടുക്കുന്ന അവസ്ഥ, അതൊക്കെ ആ ഒരു വീട്ടുകാർക്ക് എത്രത്തോളം വിഷമം ഉണ്ടാക്കിയിട്ടാവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് എത്തട്ടെ. അമ്മാവനാണ് ഞാൻ, അമ്മാവൻ കൊള്ളാം. പക്ഷെ ഞങ്ങളുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ എടുക്കേണ്ടി വന്നു. അല്ലാതെ ഞങ്ങൾക്കിപ്പം എല്ലാരും പറയുന്ന പോലെ മുട്ടി നിൽക്കുമല്ലായിരുന്നു കല്യാണം കഴിക്കാൻ. ഞാൻ ഇനിയും പിടിച്ചു നിൽക്കാം, ഞങ്ങൾ മാക്സിമം പിടിച്ചിരിക്കാം. പക്ഷെ പറയുന്ന പോലെ അല്ലല്ലോ നമ്മള് ഫ്യൂച്ചർ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തോ യെസ്, ഫ്യൂച്ചർ എന്താവുമെന്ന് ഇപ്പോഴും നിനക്കൊന്നും പറയാൻ കഴിയില്ല. പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. നിങ്ങളത് പിടിച്ചു നിന്നിട്ട് ആ ഫാമിലി അത് കൺവിൻസ് ചെയ്യിച്ചിട്ട് നീ ഒരു ജോലി എടുത്ത് ജീവിച്ച് സാമ്പത്തികമായിട്ടൊരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് എത്തിയിട്ട് ഈ ഒരു എന്തെങ്കിലും ഒരു ആശുപത്രി കേസ് വന്ന് ഇപ്പോഴും നീ ആൾക്കാരെ അടുത്ത് പോയിട്ട് കൈ നീട്ടണ്ടേ? എന്താ സ്വന്തം പോക്കറ്റിലുള്ളത്? എന്താ ബാങ്ക് ബാലൻസ്? ഒന്നുമില്ല. ഇപ്പൊ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ആരാ പറഞ്ഞേ? ഒരു പ്രതീക്ഷയും വേണ്ട. 1-2 സുഹൃത്തുക്കൾ, അത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അവരെ കൊണ്ട് ചിലപ്പോൾ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ നമ്മൾ കുത്തുവാൾ എടുക്കില്ലേ? കടം വാങ്ങേണ്ട അവസ്ഥ വരില്ലേ? അത്രേ ഉള്ളൂ. നീ അത് മാത്രം ചിന്തിച്ചാൽ മതി. എന്തുണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ്? ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും? അത് ചിന്തിച്ചാൽ സിറ്റുവേഷൻ സാധനം എങ്ങനെയൊക്കെ ചിന്തിച്ച ഒരാൾക്ക്, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് പിന്നെ ഇത് ചിന്തിക്കാൻ പറ്റാതിരിക്കോ? ഒരുപാട് കരഞ്ഞിട്ടുണ്ടല്ലേ? കാണാതിരുന്നപ്പോഴാണോ അത് വീട്ടുകാരെ കുത്തി നോക്കിയപ്പോഴാണോ? കാണാതിരുന്നപ്പോഴൊക്കെ. ഈ പയ്യനെ കാണാതിരുന്നിട്ട് പെൺകുട്ടി ഒരുപാട് കരഞ്ഞു. 18 വർഷം വരെ കഷ്ടപ്പെട്ട് നോക്കി കൊഞ്ചിച്ചും ലാളിച്ച് സ്നേഹിച്ചും വളർത്തിയ അമ്മയ്ക്കും അച്ഛനും ജീവിതകാലം മുഴുവൻ സങ്കടം ഉണ്ടാക്കി കൊടുത്ത് ഇറങ്ങിപ്പോയിട്ട് പറയുന്ന വാക്കാ, ഇവനെ കാണാതായിട്ട് എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. ഏതൊരു കമിതാക്കൾക്കും സങ്കടം തോന്നും. ഒരു തർക്കം ആ കാര്യത്തിൽ വേണ്ട, നമ്മളൊക്കെ അനുഭവിച്ചാണ് ആ വിഷയങ്ങളൊക്കെ. പക്ഷെ അവിടെ അപ്പോഴും നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും നാള് നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ വളർത്തി. അതിൽ 3 വർഷം മുമ്പ് മുതൽ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാക്കി കൊടുത്തു. അതെ, ഇപ്പൊ ഈ കുട്ടിക്ക് കാണാതായപ്പോൾ ഉണ്ടായ വിഷമം എന്ന് പറയുന്നത് അവര് മരണം വരെ ഇനി ആ വിഷമത്തോടു കൂടി മുന്നോട്ട് പോകണം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. പലരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സമൂഹം അങ്ങനെയാണ്. ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഈ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മച്ചിമാർ ഇത് കാണുമ്പോൾ വിഷമിച്ചിട്ട് തന്നെയാണ് കാണുന്നുണ്ടാകുന്ന കാര്യത്തിലൂടെ തർക്കവും വേണ്ട. ഇപ്പൊ ഈ മെയിൻ ആയിട്ടും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ഈ അമലിന് ജോലി ഇല്ലെങ്കിലും പെൺകുട്ടിക്ക് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണല്ലോ, അവിടെ വരെ ഉച്ചക്കഞ്ഞിക്ക് അരി കൊടുക്കും. അതുകൊണ്ടാണെങ്കിലും പെൺകുട്ടി നോക്കൂന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനൊന്നും ഇല്ല. ഞാൻ ജോലി ചെയ്യാൻ എനിക്ക് നോക്കാനുള്ള കഴിവുണ്ടായിട്ട് തന്നെ വിളിച്ചോണ്ട് വന്നത്. പിന്നെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്, എല്ലാത്തിനും കൂടെ നിൽക്കും. ഒരു കുറവില്ല, ഞാൻ നോക്കും. ആ കമന്റ് ഞാൻ കണ്ടതാ. ഞാൻ തമാശയായിട്ട് എടുത്തൊരു കമന്റ് കേട്ടോ. ഞാൻ ശരിക്കും പറയട്ടെ, ഈ ഒരു വീഡിയോന്റെ റീല് കാണുമ്പോൾ ഞാനിതൊരു നോർമൽ സംഭവമായിട്ട് കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ ഈ മുഴുവൻ വീഡിയോ കാണുമ്പോഴാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇതിന്റെ ഒരു പ്രശ്നം മനസ്സിലാവുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു പയ്യന്റെ ഫാമിലിയും കൂട്ടുകാരന്മാരൊക്കെ ഈ വീഡിയോ, എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യം ഉണ്ടാവും. തീർച്ചയായിട്ടും അവർ വൃത്തിയായിട്ട കമന്റ് വിടും. വൃത്തിയായിട്ടോ അല്ലെങ്കിൽ എന്തിനാണ് നിനക്ക് വേറെ പണിയില്ലടാ, നിനക്ക് വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചുവിടാ എന്നൊക്കെ പറയും. എനിക്ക് നല്ല അന്തസ്സായിട്ട് നല്ല അടിപൊളി ജോലി വേറെ ഉണ്ട്. ഈ ഒരു വീഡിയോ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ നല്ല രീതിയിൽ ആളുകളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എന്നെ അണ്ണാക്കിലോട്ട് തിരികെയല്ല ചെയ്യണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ,
അപ്പോൾ അവരുടെ ഈ പയ്യന്റെ ഫാമിലീസിനോട് എന്തായാലും അവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യം തോന്നാനാണ് സാധ്യത. കാരണം അവർ അനുഭവിക്കുന്ന കാര്യത്തിൽ അവന്റെ ആ പയ്യൻ കല്യാണം കഴിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ മുഴുവൻ എന്താ ചിന്തിക്കുന്നുണ്ടറിയോ? അവർ ചിന്തിക്കുക ഭയങ്കര വിഷമത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും. ഈ കുട്ടിയുടെ വീഡിയോ കൂടി കാണുമ്പോൾ സങ്കടം കൂടുള്ളൂ. എന്റെ വീഡിയോ എന്റെ വാക്കുകളും കാണുമ്പോഴും ചിലപ്പോൾ സങ്കടം കൂടാനാണ് സാധ്യത. കാരണം ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലി അനുഭവിക്കുന്ന വിഷമം ഒരിക്കലും ആൺകുട്ടിയുടെ ഫാമിലി അനുഭവിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വീഡിയോ ഇടണമെന്നൊരു കൊതി തോന്നി ഞങ്ങൾ വീഡിയോ ഇട്ടു, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ചെയ്യണമെന്ന് പോലെ ആരും ചെയ്യണമെന്ന് ഞങ്ങൾ പറയത്തില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനൊക്കെ നിൽക്കും. അത് പറയുന്നുണ്ട്, റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ ഇത് നിൽക്കുക. നിങ്ങളുടെ റിസ്ക് ഭയങ്കരമായിരുന്നല്ലേ? ഭയങ്കര. അതുകൊണ്ടില്ലേ ഞങ്ങളിപ്പോ ഈ ഒരു അവസ്ഥയായിട്ട് ഞങ്ങള് കല്യാണം കഴിക്കണമെന്ന് തന്നെ തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഞങ്ങളിപ്പം പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ തീരുമാനിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുകൊണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ അവസ്ഥ ശരിയാവത്തില്ല. എന്ത് അവസ്ഥയാണ് എന്റെ പൊന്നു മോനെ? സ്വന്തം പോക്കറ്റിലെ ബാങ്ക് ബാലൻസ് എത്രയെന്ന് പറഞ്ഞേ? എന്താണ് നിന്റെ ജോലി? ഒന്ന് പറഞ്ഞേ. ഒന്നുമില്ലല്ല, കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത്. എന്താ അവസ്ഥ? ആദ്യം സ്വന്തം പോക്കറ്റിൽ ഒരു 100 ഉറുപ്പിയെങ്കിലും ഉണ്ടാക്കണം, എന്നിട്ട് വേണം ചിന്തിക്കുക ഞാനൊരു പെൺകുട്ടിയെ കൊടുന്നു വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാരുടെ സഹായം ഇല്ലാതെ എനിക്ക് നോക്കാൻ കഴിയും, അങ്ങനെയാണെങ്കിൽ ഞാൻ കൊണ്ടുവരുള്ളൂ. ചിന്തിക്കാനുള്ള ബോധം അത് നിങ്ങൾക്ക് വേണം. അതില്ല, എൻ്റെ കയ്യിൽ അതില്ല. ആ ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെട്ട് നോക്കി വളർത്തി ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടായ അനുഭവം അതൊന്നും നിങ്ങൾ ചിന്തിക്കുന്ന പോലും ഇല്ല. എനിക്കുണ്ടായത് അയ്യോ അവസ്ഥയാണ് അവസ്ഥ. എല്ലാ പ്രേമവും വളരെ സിമ്പിൾ ആണെന്നാണ് വിചാരിക്കുന്നത്. വീട്ടുകാർ സമ്മതിക്കാത്ത ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചിട്ടാണ് പരമാവധി ആളുകളും കൂടെ വന്നിട്ടുണ്ടാവുക, കൂടെ കൂടിയിട്ടുണ്ടാവുക. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സമയത്ത് നടക്കുന്ന കല്യാണങ്ങളൊക്കെ കോമഡി കല്യാണങ്ങളാണ്. ഈ ഒളിച്ചോട്ടൊക്കെ കോമഡിയാണ്. സ്വന്തമായിട്ട് ഒരു ജോലി പോലും ഉണ്ടാവാത്ത ഒരുപാട് ആൾക്കാർ. പിന്നെ പുതിയൊരു സംരംഭം തുടങ്ങാൻ പറ്റും. അതായത് ഒരു യൂട്യൂബ് ചാനല്. ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് വരുന്ന ആളുകളൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, ലക്ഷക്കണക്കിന് വ്യൂ വരും. അത് വെച്ചിട്ട് ജീവിക്കാം. അത് നല്ല പരിപാടിയാണ്, അത് കൊള്ളാം. അത് വേണമെങ്കിൽ പരിഗണനയിലേക്ക് വെച്ചോട്ടോ. പഠിച്ചോണ്ടിരുന്ന എന്താണ് പൂജയുടെ ഒരു ആഗ്രഹമൊക്കെ? എന്താ അംബിഷൻ? അംബിഷൻ എനിക്ക് ഡോക്ടർ ആവണമെന്നൊക്കെ ഉണ്ട്. പഠിക്കണം. അവന് പഠിപ്പിക്കോ? ഞാൻ പഠിപ്പിക്കാം. ആ ഒരു ഡിമാൻഡിലേക്ക് ഇറങ്ങി വന്നപ്പോ യൂണിഫോം മാത്രമേ കൊണ്ടുവന്നുള്ളൂ, വേറെ ഒന്നും എടുത്തില്ല. കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യായിരുന്നാണോ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. കുട്ടിയുടെ അംബിഷൻ എന്താന്ന് ചോദിക്കുമ്പോൾ കുട്ടി ഇങ്ങനെ ആലോചിച്ച് ചിരിച്ച് ആലോചിച്ചിട്ടാ. എവിടെ നമുക്കൊരു അംബിഷൻ എന്താന്ന് ചോദിക്കുമ്പോൾ അല്ല ദൃഢനിശ്ചയത്തോടു കൂടി പറയാൻ കഴിയും? അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം പഠിക്കുന്ന സമയത്ത് എങ്ങനെയുള്ള ഭർത്താവ് വേണമെന്ന് ആഗ്രഹിച്ചു എന്നല്ലേ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഓക്കെ, കൊള്ളാം. എന്തായാലും ഒരു മെഡിസിനൊക്കെ സീറ്റ് വാങ്ങിക്കൊടുക്കണം എന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം, 2.5 ലക്ഷം, 3.5 ലക്ഷം അങ്ങനെ കയറി പോകും. ആ കുട്ടി ഇപ്പൊ എന്തായാലും +2 ആണ്. +2 കഴിഞ്ഞ് ഇനിയിപ്പോ നേരിട്ടൊരു എൻട്രൻസ് ഒക്കെ എഴുതിയെടുക്കണം. എന്തായാലും കൂലിപ്പണിക്ക് പോയാൽ അത് കിട്ടുമെന്ന് അറിയില്ല. ലോൺ എന്തെങ്കിലും കിട്ടുമോ നോക്കിട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമല് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണോ നോക്കിക്കൊണ്ടിരുന്നത്? ഞാൻ ഒരു 6 മാസത്തെ PDCFA എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോയിക്കൊണ്ടിരുന്ന ടൈമിലാണ് കാണുന്നത്. അന്നേരം പൂജ എത്ര ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്? അപ്പൊ പൂജ 9th. പൂജ 9th-ലും ഞാൻ IT കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തേക്ക് കോഴ്സിലും. അന്നേരം മുതലേ നിങ്ങളുടെ പ്രണയം തുടങ്ങി? 10, 11. കൊള്ളാം. പെൺകുട്ടി 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ കുട്ടീനെ നേരം വൈകി ചേർത്തുകൊണ്ട് 16 വയസ്സാണ്. 16 വയസ്സാവുന്ന സമയത്ത് ഈ പയ്യൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 1 വർഷത്തെ ITI കോഴ്സ് കഴിഞ്ഞിരിക്കും. 1 or 2 കൂട്ടിക്കോ. 1 വർഷത്തെയാണെന്നുണ്ടെങ്കിൽ ഇവൻ തോറ്റിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവന് 16 വയസ്സുള്ള സമയത്ത് ഇവൻ പ്രേമിച്ചു. നമുക്കത് 1 വർഷം കൂട്ടി വെക്കണം. 17 വയസ്സിൽ ഇവൻ പ്രേമിച്ചു. 17, 18, 19. അപ്പൊ ഇവന് 19 or 20 വയസ്സായിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ടാവും. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് മെച്യൂരിറ്റി പ്രണയങ്ങൾ എന്ന് പറഞ്ഞ. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ സമയമില്ലായിരുന്നു, അതായിരുന്നു സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ ആടേ? ആ പഠിച്ച കോഴ്സിനല്ല ജോലിക്കും കയറി. ഈ ഒരു കുട്ടിയുടെ പഠനവും കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയിട്ട് എനിക്കിതാ ഇന്നൊരു ജോലിയാണുള്ളത്, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറയുന്നതിന്റെ ആ ഒരു ആണത്തൊരു അന്തസ്സുണ്ടല്ലോ ഈ കാര്യത്തിന് ഇല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൊള്ളാം. ഒരുപാട് ആളുകൾ ഈ വീഡിയോ കണ്ടപ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ടാവും, ചിരിച്ചിട്ടും ഉണ്ടാവും. കമന്റ് ചെയ്യുക. വീണ്ടും വരാം. 2ാമത്തെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ ചെയ്യാനൊന്നും തോന്നിയിട്ടില്ല. എന്തായാലും നോക്കിയൊക്കെ വീണ്ടും വരാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി. ഇതൊരു സന്ദീപ് സൈനിങ് ഓഫ്.